നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീടുകളുടെ പ്ലാൻ അതേപോലെ കോപ്പി ചെയ്ത് നമ്മുടെ പ്ലോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലാവരും സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വീടിൻ്റെ പ്ലാനിനെ പ്രധാനമായും ബാധിക്കുന്ന ഒരു ഘടകമാണ് ആ പ്ലോട്ടിൻ്റെ സൈസും ഷേപ്പും. പിന്നെ അതുകൂടാതെയുള്ളതാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. ക്ലയൻറ്റിന് എന്തൊക്കെയാണ് ആ വീടിൽ പ്രത്യേകമായി വേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റാണ് അടുത്ത ഒരു പ്രധാന ഘടകം. ഈ എല്ലാ ഘടകങ്ങളും മുൻനിർത്തിയാണ് ആർക്കിടെക്റ്റ് ആ വീടിനെ സമീപിക്കുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ ഏരിയ നിർണ്ണയിക്കുന്നത്. ഈ ഏരിയ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാനായിട്ടല്ല ആർക്കിടെക്റ്റ് അതിനെ കാണുന്നത്. അതിനൊരു 3 ഡയമെൻഷണൽ സ്പേസ് ആയിട്ടായിരിക്കും ആർക്കിടെക്റ്റ് തൻ്റെ മനസ്സിൽ അത് വിഭാവന ചെയ്യുന്നത്. സ്പേസിൻ്റെ ക്വാളിറ്റി, സ്പേസിൻ്റെ കോൺഫിഗറേഷൻ ഇതെല്ലാം ഇതിനെ ബാധിക്കും. ആ വീട്ടിലുള്ള ലൈറ്റും വെന്റിലേഷനും ആ സ്പേസുകളുടെ കണക്ടിവിറ്റിയും എല്ലാം ഇതിലെ ഒരു ഘടകങ്ങളായി മാറും. നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ തക്കവണ്ണമുള്ള സ്പേസസ് ആ വീടിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിത്വത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും അയാൾ താമസിക്കുന്ന വീട്. അതുകൊണ്ട് തന്നെ അത് കസ്റ്റം മെയ്ഡായി ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്.